സ്കാമാട്ടോ മീനിൻ്റെ കാര്യത്തിൽ നടക്കണേ. ആണ്ട് ഇവിടുത്തെ കസ്റ്റമേഴ്സ് ഇവിടെ നിൽപ്പുണ്ട്. ചേട്ടാ നിങ്ങളത്തെ എങ്ങനെയാ പറഞ്ഞത് മീനിൻ്റെ കാര്യം? മീനിൻ്റെ കാര്യം ഒരു ചെറിയ മീനാണ് പറഞ്ഞാൽ തന്നത്, പക്ഷെ അത് വലിയ മീനാണ്. 2 കിലോ പറഞ്ഞത്. 2 കിലോ മീനില്ല. അപ്പം അതിൻ്റെ കഴിക്കുന്നത് നമുക്കറിയത്തില്ല എത്ര കിലോ മീനാണെന്നൊന്നും. അപ്പോൾ പ്രത്യേകിച്ചിന് പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. പ്രവീൺ പ്രണവ് സഹോദരങ്ങളിലെ പ്രവീണാണ്. പ്രവീൺ മൃദുല ഇപ്പോൾ ഒരു യാത്രക്കിടയിൽ നമ്മുടെ എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പുഴയോരം എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ്, അവിടെ കയറിയപ്പോൾ ഉണ്ടായ ഒരു അനുഭവമാണ് അവർ ഷെയർ ചെയ്യുന്നത്. അവിടുത്തെ മറ്റുള്ള കസ്റ്റമേഴ്സിൻ്റെയും കൂടി അവർ അഭിപ്രായം അവർ എടുത്തിട്ടുണ്ട്. വേറൊന്നുമല്ല, ഒരു അന്യായ റേറ്റ് കാര്യങ്ങളൊക്കെയാണ് ഈ പുഴയോരം റെസ്റ്റോറൻറ്റുകാർ മേടിക്കുന്നത്. അവരതിൻ്റെ ബില്ല് കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. ഹോട്ടൽ എന്തെന്നാണ് പറയുക, ഹോട്ടൽ സ്കാം എന്നാണ് പ്രവീൺ ഇതിനെ അഭിസംബോധന ചെയ്തിരിക്കുന്നത്. ഹോട്ടൽ സ്കാം. ഈ വീഡിയോൻ്റെ അടിയിൽ അതിലും വലിയ കമൻ്റൊക്കെ വന്നിട്ടുണ്ട്. ഏറ്റവും വലിയ ഫാമിലി സ്കാം നടത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡിപ്പെൻഡ് ഓൺ ഓരോരുത്തരുടെ ഇത് ഇഷ്ടമനുസരിച്ച് അവർ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും വലിയ സ്കാം നിങ്ങളല്ലേ നടത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് വേറൊരു ടോപ്പിക്ക്, അവരുടെ ഒരു ഫാമിലി ഇഷ്യൂ. അത് കഴിഞ്ഞു. ഇത് ഇപ്പോൾ ഒരു ഹോട്ടലിൽ ഉണ്ടായിരുന്ന ഹോട്ടലുകാർ അനധികൃതമായിട്ട് ചാർജ് ചെയ്യണം എന്നാൽ ഒരു GST കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ബില്ല് എഴുതിയാണ് ബില്ല് കൊടുക്കണം. അപ്പം അതിൻ്റെ ഒരു ഇഷ്യൂ ഇന്നലെ പ്രവീൺ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പറഞ്ഞ എത്ര രൂപയെന്ന് പറഞ്ഞായിരുന്നു? പറഞ്ഞില്ല. നമ്മള് 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ പോയി കഴിക്കുന്ന ആൾക്കാരാ. അവിടെ നമുക്ക് കൊണ്ട് കാണിച്ചു തരും ഇങ്ങനെ വെയിറ്റ്, എന്നിട്ടാണ് നമ്മൾ എടുക്കണത്. അല്ലാതെ ഇതിപ്പോൾ എത്ര അടക്കണം ഞാൻ? ഇതിപ്പോൾ എൻ്റെ അടുത്ത് 1 കിലോയ്ക്ക് പറഞ്ഞ ചേച്ചി 1300 1200. ഇത് എഴുതിയിരിക്കുന്നത് 1570 1300. അപ്പോൾ റൗണ്ട് ചെയ്തോ. ആപ്പിലേക്ക് ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ ആൾക്കാർ ഇങ്ങനെ ഇഷ്യൂ ഉണ്ടാക്കുന്നത് ഞാൻ യൂട്യൂബിലെ കണ്ടിട്ടുണ്ട് കേട്ടോ. സത്യം ഇങ്ങനത്തെ കടകളിൽ ഭയങ്കരമായിട്ട് സ്കാം കിടക്കേ. അതായത് ഈ മീൻ ഇപ്പോൾ ആ ഹോട്ടലിനെ സംബന്ധിച്ചിടത്തോളം മീനുകൾ എത്ര ഇങ്ങനെ തൂക്കിയിട്ട് അതിന് റേറ്റ് പറഞ്ഞിട്ട് അത് അവർ കുക്ക് ചെയ്ത് കൊടുക്കുന്ന സെറ്റപ്പാണെന്നാണ് ഇവർ പറയണത്. പക്ഷേ അവർ കസ്റ്റമേഴ്സിൻ്റെ നിന്ന് മറച്ചു വെക്കണത് ഇന്ന എത്ര കിലോക്ക് മുകളിലുള്ള മീനുകൾ മാത്രമേ അവിടെ ഉള്ളൂ എന്നാണ് അവർ പറയണത്. എന്നാൽ അവർ ഈ കിച്ചൺ കാര്യങ്ങളൊക്കെ മീനുകളെ കാണാനായിട്ട് പറ്റും. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അതിലും കുറവുള്ള 500 ഗ്രാം അതിന് താഴെയുള്ള മീനുകളൊക്കെ ഉണ്ടെന്നാണ് കസ്റ്റമേഴ്സ് പറയുന്നത്. അപ്പോൾ ഒരു വൻ തട്ടിപ്പാണ് അവിടെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാളാഞ്ചി അതുപോലുള്ള മീനുകൾക്കൊക്കെ റേറ്റ് ഉണ്ട്. എന്നാലും ഇതൊരു വല്ലാത്ത റേറ്റാണ് അവരിട്ട് കൊടുക്കുന്നത്. അവർക്ക് തോന്നിയൊരു റേറ്റാണ് അവർ കസ്റ്റമേഴ്സിന് ചാർജ് ചെയ്യുന്നത്. അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. 2680 അല്ലേ? 2680 അതിന്റെ കിലോ പറയണത്. നമ്മൾ ചോദിക്കാതെ തന്നെ അവർ 3/4 കിലോ കുറച്ചേക്കണം, ഡിസ്കൗണ്ട് ചെയ്തേക്കണം. എന്നിട്ട് അവര് നമ്മളോട് പറഞ്ഞതെന്നാ 2 കിലോ 1 കിലോ കൂടുതലുള്ള മീനെ ഇവിടെ ഉള്ളൂ എന്നാ പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ എന്നിട്ട് കിച്ചണിൽ പോയി നോക്കിയപ്പോ 500 ഗ്രാമിന്റെ ചെറിയ മീനുകളുണ്ട് കിച്ചണിൽ. ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടമുള്ള റേറ്റാണ് അവർ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പൊ എത്ര വലിയ യൂട്യൂബർ ആണെങ്കിലും പറയുന്നതിലൊരു ന്യായമുണ്ടെങ്കിൽ നമ്മളത് അംഗീകരിക്കണം. കാരണം പറയുന്നത് ശരിയാണ്. ആ ബില്ല് കാണിക്കേണ്ട അവരോട് സംസാരിക്കുന്നത് കാണിക്കുന്നുണ്ട്. ആ ബില്ലിൽ ഇവർ പറയുമ്പോൾ അത് കുറച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പലരും, ഒരാൾ മാത്രമല്ല പലരും, ഞാനപ്പോൾ ഗൂഗിളിൽ റേറ്റിംഗ് എടുത്ത് നോക്കിയിട്ടും ഈ ഒരു റെസ്റ്റോറൻറ്റിന് വളരെ നല്ല ഒരു റേറ്റിംഗാണ് കിടക്കണം. 1 അതുപോലും കിട്ടാത്ത റിവ്യൂ ഒക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലും കൊടുക്കാൻ പറ്റൂല. അങ്ങനത്തെ രീതിയിലുള്ള റിവ്യൂസ് ഒക്കെയാണ് ഗൂഗിളിൽ. എൻ്റെ അടുത്ത് 1 കിലോയ്ക്ക് പറഞ്ഞ ചേച്ചി 1300 1200. ഇത് എഴുതിയിരിക്കുന്നത് 1570 1300. അപ്പോൾ റൗണ്ട് ചെയ്തോ. ആപ്പിലേക്ക് ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ ആൾക്കാർ ഇങ്ങനെ ഇഷ്യൂ ഉണ്ടാക്കുന്നത് ഞാൻ യൂട്യൂബിലെ കണ്ടിട്ടുണ്ട് കേട്ടോ. സത്യം ഇങ്ങനത്തെ കടകളിൽ ഭയങ്കരമായിട്ട് സ്കാം കിടക്കേ. അതായത് ഈ മീൻ സത്യം നമ്മളിപ്പം ഒരു 500 200 300 രൂപ കൊടുക്കുക ഇല്ലാഞ്ഞിട്ടല്ല ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്ന. സീരിയസ് ആയിട്ട് ഇപ്പം